ഇക്കാലം നടന്ന സംഭവവികാസങ്ങളുമായി വാരാന്ത്യ കാഴ്ച. ഏവർക്കും സ്വാഗതം. ലിയോ 14 പാപ്പയ്ക്കെതിരെയുള്ള ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയും അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമാണ് ഈ ആഴ്ചയിലെ സംഭവവികാസങ്ങൾ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ലിയോ 14 പാപ്പയ്ക്കെതിരെ നടത്തിയ വ്യക്തിപരമായ കടന്നാക്രമണങ്ങൾ ഈ ആഴ്ചയിലെ സംഭവവികാസങ്ങളിൽ ഒന്നായിരുന്നു. മാർപ്പാപ്പ കുറ്റകൃത്യങ്ങളോട് മൃദു സമീപനം സ്വീകരിക്കുന്നയാളാണെന്നും വിദേശ നയത്തിന്റെ കാര്യത്തിൽ തികഞ്ഞ പരാജയമാണെന്നും ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യൽ വഴി ആരോപിച്ചു. ഇറാനെതിരായ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സൈനിക നീക്കങ്ങളെ മാർപ്പാപ്പ വിമർശിച്ചതാണ് ട്രംപിനെ ചൊടിപ്പിച്ചത്. ലോക സമാധാനത്തിനായുള്ള മാർപ്പാപ്പയുടെ ആഹ്വാനങ്ങൾ അമേരിക്കൻ താൽപര്യങ്ങൾക്ക് വിരുദ്ധമാണെന്ന് ട്രംപ് വാദിക്കുന്നു. അതേസമയം ഇറാൻ ആണവായുധം കൈവശം വയ്ക്കുന്നതിനെ മാർപ്പാപ്പ അനുകൂലിക്കുന്നുവെന്ന് ട്രംപ് ആരോപിച്ചു. എന്നാൽ ഇറാനുമായുള്ള യുദ്ധം അനീതിയാണെന്ന് മാത്രമാണ് മാർപ്പാപ്പ പ്രതികരിച്ചിട്ടുള്ളത്. ജനുവരിയിൽ വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെ പുറത്താക്കാൻ അമേരിക്ക നടത്തിയ സൈനിക ഇടപെടലിനെ മാർപ്പാപ്പ എതിർത്തതും ട്രംപ് ചൂണ്ടിക്കാട്ടി. മാർപ്പാപ്പ ഒരു ലിബറൽ വ്യക്തിയാണെന്നും അദ്ദേഹം തീവ്ര ഇടതുപക്ഷത്തെ സഹായിക്കുകയാണെന്നും ട്രംപ് കുറ്റപ്പെടുത്തി. താൻ ഒരിക്കലും അദ്ദേഹത്തിന്റെ ഫാനല്ലെന്ന് പറഞ്ഞ ട്രംപ് മാർപ്പാപ്പയുടെ തെരഞ്ഞെടുപ്പിലും തനിക്ക് പങ്കുണ്ടെന്ന വിചിത്രമായ അവകാശവാദം ഉന്നയിച്ചു. ഞാൻ വൈറ്റ് ഹൗസിൽ ഇല്ലായിരുന്നുവെങ്കിൽ ലിയോ വത്തിക്കാനിൽ ഉണ്ടാകില്ലായിരുന്നുവെന്ന് അദ്ദേഹം കുറിച്ചു. അമേരിക്കക്കാരനായതുകൊണ്ട് മാത്രമാണ് സഭ അദ്ദേഹത്തെ ഈ സ്ഥാനത്തെത്തിച്ചതെന്നും ട്രംപ് പരിഹസിച്ചു. I don't think he's doing a very good job. He likes crime, I guess. He hit us. Think of it. He's worried about fear. What about the fear when the ministers and the priests and all of those great people that were arrested during COVID, and in many cases they're outside 10 feet apart and they were arrested. So we don't like it. We don't like a pope that's going to say that it's okay to have a nuclear weapon. We don't want a pope that says crime is okay in our cities. I don't like it. I'm not a big fan of Pope Leo. He's a very liberal person, and he's a man that doesn't believe in stopping crime. He's a man that doesn't think that we should be toying with a country that wants a nuclear weapon so they can blow up the world. I'm not a fan of Pope Leo. About what? Would you be okay with third country? Well, that's a very theoretical question. Really, I don't want to answer that. Well, they're coming up. They're going to be coming up. But I'm very disappointed in NATO. They didn't do that. They weren't there for us. We pay trillions of dollars for NATO, and they weren't there for us. Remember what I said. NATO was not there. Now they want to come up, but there's no real threat anymore. But NATO was not there for us. We'll see what happens. But, we spend trillions of dollars on NATO to help them guard really against Russia. When you think of it, we're guarding against Russia. And I've long thought it was a little ridiculous, but we spend trillions of dollars doing it. And I think that's going to be under very serious examination. Thank you very much. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ വിവാദ പരാമർശങ്ങൾക്കും കടന്നാക്രമണങ്ങൾക്കും ലിയോ 14 പാപ്പ അൾജീരിയയിലേക്കുള്ള യാത്രാമധ്യേ വിമാനത്തിൽ വെച്ച് മറുപടി നൽകി. ഭീഷണികളെ ഭയമില്ലെന്നും സമാധാനത്തിനായുള്ള ദൗത്യം തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ട്രംപുമായി ഒരു തർക്കത്തിന് താൽപര്യമില്ലെന്നും സുവിശേഷ സന്ദേശം ദുരുപയോഗം ചെയ്യപ്പെടുന്നത് ഖേദകരമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. And the message of the gospel is very clear. Blessed are the peacemakers. I will not shy away from announcing the message of the gospel, of inviting all people to look for ways of building bridges for peace and reconciliation, of looking for ways to avoid war anytime that's possible, to put my message on the same plane as what President has attempted to do here, I think, is not understanding what the message of the gospel is. And I'm sorry to hear that, but I will continue on what I believe is the mission of the church in the world. I basically said that
the message of the church, my message, the message of the gospel, blessed are the peacemakers. I do not look at my role as being politician. I don't want to get into a debate with him. I don't think that the message of the gospel is meant to be abused in the way that some people are doing. And I will continue to speak out loudly against war, looking to promote peace, promoting dialogue and multilateral relationships among the states to look for just solutions to problems. Too many people are suffering in the world today. Too many innocent people are being killed. And I think someone has to stand up and say, there's a better way to do this. Thank you very much for the time. Thank you. Perché dobbiamo cercare sempre. Because we must always seek ways to build peace and reconciliation. This journey therefore truly represents a precious opportunity to continue speaking with one voice, conveying the same message that we wish to promote peace, reconciliation, and respect, consideration for all peoples. Promuovere la pace, la riconciliazione, il rispetto, la considerazione per tutti I popoli. ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയിൽ അമേരിക്കൻ കത്തോലിക്ക ബിഷപ്പുമാരുടെ സമിതി അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് പോൾ എസ് കോക്ലി അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു. മാർപ്പാപ്പ ഒരു രാഷ്ട്രീയക്കാരനല്ലെന്നും അദ്ദേഹം ക്രിസ്തുവിന്റെ പ്രതിപുരുഷനാണെന്നും സുവിശേഷ സത്യങ്ങളാണ് അദ്ദേഹം സംസാരിക്കുന്നതെന്നും ആർച്ച് ബിഷപ്പ് പറഞ്ഞു. നിരവധി കത്തോലിക്ക സംഘടനകളും പാപ്പയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് രംഗത്ത് വന്നിരുന്നു. മാർപ്പാപ്പ കത്തോലിക്ക സഭയുടെ തലവനാണെന്നും സമാധാനത്തിനായി നിലകൊള്ളുക എന്നത് അദ്ദേഹത്തിന്റെ ധർമ്മമാണെന്ന് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയും പറഞ്ഞു. അതിനാൽ ട്രംപ് നടത്തിയ പരാമർശങ്ങൾ അംഗീകരിക്കാനാവില്ലെന്ന് ജോർജിയ മെലോണി വ്യക്തമാക്കി. എന്നാൽ ലിയോ 14 പാപ്പയ്ക്കെതിരെ നടത്തിയ കടുത്ത വിമർശനങ്ങളെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിസ്സാരവൽക്കരിച്ചു. എനിക്ക് മാർപ്പാപ്പയോട് എതിർപ്പൊന്നുമില്ല എന്ന് പ്രസ്താവിച്ച അദ്ദേഹം ഇറാൻ ആണവായുധങ്ങൾ വികസിപ്പിക്കണമെന്ന് മാർപ്പാപ്പ ആഗ്രഹിക്കുന്നുവെന്ന തെറ്റായ ആരോപണം ആവർത്തിക്കുകയും ചെയ്തു. ഏപ്രിൽ 16 വൈറ്റ് ഹൗസിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് ട്രംപ് ഇക്കാര്യം ഉന്നയിച്ചത്. No, I don't. I have to do what's right. The Pope has to understand that. Very simple. I have nothing against the Pope. His brother's MAGA all the way. I like his brother, Louis. I'm not fighting with him. The Pope made a statement. He says Iran can have a nuclear weapon. I say Iran cannot have a nuclear weapon. And if the Pope looked at the 42,000 people that were killed over the last 2 or 3 months as a protester with no weapons, no nothing, I mean, you take a look at that. So I can disagree with the Pope. I have a right to disagree. I have a right to disagree with the Pope. What do you say to people who see that, who see your criticism? You can't have, look, nothing, I have no disagreement with the fact the Pope can say what he wants, and I want him to say what he wants, but I can disagree. I think that Iran cannot have a nuclear weapon. If they do, the whole world would be at jeopardy. The Middle East will be blown up and the whole world will be at jeopardy. We're very close to making a deal. That'll be a great thing. The Pope has to understand Iran has killed more than 42,000 people over the last few months. Think of it. Protesters without guns, without anything. They were totally unarmed protesters. The Pope has to understand that. This is the real world. It's a nasty world. But as far as the Pope and saying what he wants, he can do that. Now, I know the Pope's brother. He is a big MAGA person. He's got MAGA all over his house. His name is Louis. He's actually a great guy. And I'm sure the Pope is a great guy. I haven't met him. But I disagree with the Pope. If the Pope would allow Iran to have a nuclear weapon, you can't do that. യുദ്ധത്തിനും സൈനിക ഇടപെടലുകൾക്കുമെതിരെ ലിയോ 14 പാപ്പ സ്വീകരിച്ച വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളാണ് ട്രംപിനെ ചൊടിപ്പിച്ചത്. ഇറാനെതിരായ സൈനിക നീക്കങ്ങളെ മാർപ്പാപ്പ വിമർശിച്ചു. ഇറാൻ ആണവായുധം കൈവശം വയ്ക്കുന്നതിനെ അനുകൂലിക്കുന്നുവെന്ന ആരോപണങ്ങൾ നിഷേധിച്ച പാപ്പ സിവിലിയന്മാരുടെ സുരക്ഷയ്ക്കും സമാധാനത്തിനുമാണ് മുൻഗണന നൽകുന്നതെന്ന് വ്യക്തമാക്കി. വെനസ്വേലയിലെ സൈനിക ഇടപെടലുകളെ എതിർത്തതും കുടിയേറ്റ വിരുദ്ധ നയങ്ങളോടുള്ള വിയോജിപ്പും വത്തിക്കാൻ ആവർത്തിച്ചു. അതേസമയം ലിയോ 14 പാപ്പയുടെ 10 ദിവസം നീണ്ടുനിൽക്കുന്ന സുപ്രധാനമായ ആഫ്രിക്കൻ സന്ദർശനം ഈ ആഴ്ച ആരംഭിച്ചു. ആഫ്രിക്കൻ സഭയുടെ വളർച്ചയും പ്രാദേശിക പ്രശ്നങ്ങളും നേരിട്ട് മനസ്സിലാക്കുക എന്നതാണ് ഈ യാത്രയുടെ പ്രധാന ലക്ഷ്യം. അൾജീരിയ, കാമറൂൺ, അങ്കോള, ഇക്വറ്റോറിയൽ ഗിനിയ എന്നീ രാജ്യങ്ങളാണ് പാപ്പ സന്ദർശിക്കുന്നത്. 10 ദിവസത്തിനുള്ളിൽ 11 നഗരങ്ങളിലായി 18 വിമാനയാത്രകൾ നടത്തി ഏകദേശം 11,000 മൈൽ പാപ്പ സഞ്ചരിക്കും. ഒരു മാർപ്പാപ്പ ആദ്യമായാണ് അൾജീരിയ സന്ദർശിച്ചത്. മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായ അൾജീരിയയിൽ സമാധാനത്തിന്റെയും മതസൗഹാർദ്ദത്തിന്റെയും സന്ദേശം അദ്ദേഹം പങ്കുവച്ചു.
ലോകത്തിലെ വലിയ പള്ളികളിലൊന്നായ ഗ്രേറ്റ് മോസ്ക് ഓഫ് അൾജിയേഴ്സ് സന്ദർശിച്ചതും ഇതിന്റെ ഭാഗമാണ്. വിശുദ്ധ അഗസ്റ്റിൻ ജീവിച്ചിരുന്ന ഹിപ്പോ പ്രദേശം സന്ദർശിക്കുന്നത് അഗസ്റ്റീനിയൻ സഭാംഗമായ പാപ്പയെ സംബന്ധിച്ച് വ്യക്തിപരമായി വലിയ പ്രാധാന്യമുള്ളതായിരുന്നു. ആത്മീയ ശുശ്രൂഷയ്ക്ക് പുറമെ കാമറൂണിലെ അനാഥാലയങ്ങളും ഇക്വിറ്റോറിയൽ ഗിനിയയിലെ ജയിലുകളും അദ്ദേഹം സന്ദർശിച്ചിരുന്നു. രാഷ്ട്രീയമായ വെല്ലുവിളികൾക്കും വിമർശനങ്ങൾക്കുമിടയിലും സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന സുവിശേഷ തത്വം ഉയർത്തിപ്പിടിച്ച് ലിയോ 14 പാപ്പ തന്റെ ആഫ്രിക്കൻ പര്യടനം വിജയകരമായി തുടരുകയാണ്. കണ്ണൂർ അഞ്ചരക്കണ്ടി മെഡിക്കൽ സിറ്റിയിലെ സ്വകാര്യ ഡെന്റൽ കോളേജിലെ 1ാം വർഷ BDS വിദ്യാർത്ഥിയായ നിതിൻ രാജിന്റെ മരണം വലിയ പ്രതിഷേധങ്ങൾക്കും നിയമ നടപടികൾക്കുമാണ് വഴി തെളിച്ചിരിക്കുന്നത്. ഏപ്രിൽ 10-നായിരുന്നു കോളേജ് കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണ് നിതിൻ മരിച്ചത്. നിതിൻ രാജിന്റെ മരണത്തിന് പിന്നാലെ വിദ്യാർത്ഥികൾ നടത്തിയ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് ഡെന്റൽ അനാട്ടമി വിഭാഗം മേധാവി ഡോക്ടർ MK റാമിനെ കോളേജ് മാനേജ്മെന്റ് സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു. മറ്റൊരു അധ്യാപികയായ ഡോക്ടർ സംഗീത നമ്പ്യാരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ആത്മഹത്യാ പ്രേരണ കുറ്റവും SC/ST ആക്ടും ചുമത്തപ്പെട്ട ഡോക്ടർ MK റാം, ഡോക്ടർ സംഗീത എന്നിവർ ഒളിവിലാണ്. ഇവർ തലശ്ശേരി സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. നിലവിൽ ചക്കരക്കല്ല് പോലീസ് കേസ് അന്വേഷിക്കുകയാണ്. അതേസമയം മരണത്തിന് പിന്നിൽ ഓൺലൈൻ ലോൺ ആപ്പുകളുടെ ഭീഷണിയും ഉണ്ടെന്ന സൂചനയെ തുടർന്ന് ഇൻസ്റ്റാപേ എന്ന ആപ്പിനെതിരെ പോലീസ് കേസെടുത്തു. കേവലം 15,000 രൂപ ലോൺ എടുത്തതിനെ 36% പലിശ ആവശ്യപ്പെട്ട് ഏജന്റുമാർ നിരന്തരം ഫോണിലൂടെ ഭീഷണിപ്പെടുത്തിയിരുന്നതായി FIR-ൽ പറയുന്നു. നിതിൻ ദളിത് വിഭാഗത്തിൽപ്പെട്ട കുട്ടിയായതിനാൽ അധ്യാപകർ ജാതീയമായി അധിക്ഷേപിച്ചിരുന്നതായി കുടുംബവും സഹപാഠികളും ആരോപിക്കുന്നു. പൂക്കോട് വെറ്റിനറി കോളേജിൽ മരിച്ച സിദ്ധാർത്ഥിന്റെ അനുഭവത്തിന് സമാനമാണ് തന്റെ മകന്റേതെന്നും ഇതിന് പിന്നിലെ സത്യം പുറത്തു കൊണ്ടുവരണമെന്നും നിതിന്റെ പിതാവ് മാധ്യമങ്ങളോട് പറഞ്ഞു. എന്നാൽ നിങ്ങൾ മാധ്യമങ്ങളിൽ ഫോട്ടോകൾ കണ്ടില്ലേ, എന്ത് കറുപ്പവനുള്ളത്, സാമാന്യ സൗന്ദര്യമില്ലേ? എന്നിട്ട് അവൻ അധിക്ഷേപിച്ചിട്ട് ചോദിച്ചു, ഞങ്ങളോട് കോളിൽ വിളിച്ച് സൗകര്യക്കാരോടെ പറഞ്ഞാണ്, നിന്റെ ഫോട്ടോ നീ കണ്ണാടിയിൽ നോക്കിയിട്ടുണ്ടാ, കണ്ണാടിയിൽ പോയി നോക്ക്, നീ എന്ത് കോലോടാ, നീ ഇങ്ങനെയാണോ, മനുഷ്യ കോലോടാണെന്ന്, എൻ്റെ മോൻ എന്ത് കുറവ്. അങ്ങനെ ഒരുപാട് അയാൾ ഒരുപാട് പുഴുത്ത പട്ടിയെന്ന് വിദ്യാർത്ഥികളെ മുമ്പേ വെച്ച് പറഞ്ഞു. പിന്നെ ഒരു ദിവസം സ്റ്റാഫ് റൂമിൽ പോയിട്ട് വന്ന് ഇയാളെ കണ്ടപ്പോൾ ഇവൻ്റെ ഷോളറിൽ ഇയാൾ കയറി തട്ടി. അത് എന്നോട് അവൻ വിളിച്ച് പറഞ്ഞു. അപ്പോൾ എന്ത് സാറേ നോക്കി പോയിക്കൂടെ, എത്രയും ഗ്യാപ്പുണ്ട്, എല്ലാം സംസാരിക്കണവരാണ്. അപ്പോഴേ പറഞ്ഞു, ഞാൻ ഒരു കൊല ചെയ്തവനാണ് മുമ്പ്, നീ സൂക്ഷിച്ച് നടന്നു, എന്നെ കൊണ്ടത് ചെയ്യിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് പോയി. അങ്ങനെ അത് എന്നോട് വിളിച്ച് പോയി. അപ്പോൾ അവൻ എന്നിട്ട് അവൻ തന്നെ പറയാം, ഇയാൾക്ക് മെൻ്റലായിരിക്കും, അല്ലെ പിന്നെ അത് പറയേണ്ട കാര്യമില്ല. അങ്ങനെ അന്ന് തൊട്ട് തുടങ്ങിയ കാര്യങ്ങളാണ് പറയാം. അന്ന് തൊട്ട് എൻ്റെ മോൻ രൂക്ഷമായ ഇതുകൾ നേരിടുകയാണ്. ഇപ്പോഴവൻ ഇതിൻ്റെ കൂടെ അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി നീറ്റും കൂടെ അവരറിയാതെ ചെയ്യണം, അവരറിഞ്ഞാൽ ഇവരെ പൂട്ടും എന്നറിയാം. അവനെ അറിയാതെ ഉറക്കൊഴിഞ്ഞിരുന്ന മറ്റുള്ള വിദ്യാർത്ഥികൾ തലയിൽ കൂടെ തുണിയിട്ട് ഉറങ്ങുമ്പോൾ ഇവരുന്ന് ഉറക്കൊഴിഞ്ഞ് പഠിക്കുകയാണ്. എൻ്റെ ഈ വീട്ടിൽ വരുമ്പോൾ അവൻ ബാഗിൽ ഈ ബാക്കിയുള്ള ഡ്രസ്സുകൾ കൊണ്ടുവന്നതിൻ്റെ കൂടെ ടെസ്റ്റുകളെല്ലാം കൂടെയാണ് വന്നത്. ഭയങ്കര വെയിറ്റ് ആയിട്ടാണ് വന്നത്. ഞാൻ വഴക്കൂർ എന്ത് പോലെ നീ ഇതെല്ലാം വരും, അച്ഛാ എനിക്ക് ഇവിടെ 4 ദിവസം ഉണ്ടല്ലോ, 4 ദിവസം പഠിക്കാനാണ്, നീറ്റും കൂടെ ചെയ്യില്ലേ, ഇതെല്ലാം കൂടെ എന്നെ ഇവിടെ ഇരുന്ന് ഒറ്റയ്ക്ക് പറ്റില്ല. അങ്ങനെ എൻ്റെ മോനെ ക്രൂരമായി അവർ ചതിച്ചു വന്നതാണ്. പിന്നെ അവർ 3 നിലയെന്ന് ചാടിയെന്ന് പറയും. ബോഡി ഇവിടെ കൊണ്ടുവന്നത് നിങ്ങളെല്ലാം കണ്ടേല്ലേ, അവൻ്റെ ഇവിടെ ഒരു ചെറിയ മുറിവ്, ഇവിടെ 2 പോറൽ വലിയ ഉള്ളായിരുന്നു. അവർ പറഞ്ഞ് ബാക്ക് തലയടിച്ചെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ പല്ലിനൊരു, ഞാൻ എല്ലാം നോക്കി, ബോഡി മറ്റേ ഫ്രീസറിൻ്റെ അടപ്പെടുത്തപ്പോഴും അവന് പല്ലിന് ഒരു കുഴപ്പമില്ല, ഒരു പല്ല് പോലും പൊട്ടിയിട്ടില്ല. ഇത്രയും നിലയേറെ മേളിൽ നിന്ന് തള്ളിയിട്ടാലും ചാടിയാൽ പോലും അങ്ങനെ സംഭവിക്കേണ്ടതില്ല. ചെവിയിൽ മുറിവുകളില്ല. പിന്നെ അത് എനിക്കറിയാം, ഇത് ആത്മഹത്യയല്ല, കൊലപാതകമാണ്, കൊല ചെയ്തതാണ് അവന്. ആത്മഹത്യയിൽ ഞാൻ പല സിനിമകളുമൊക്കെ കണ്ടിട്ടുണ്ട്, പല കാര്യങ്ങളും എനിക്കറിയാം. ഒരുപാട് മുറിവുകളും ചതവുകളും ഒക്കെ വരുമല്ലോ. പക്ഷേ ഇത് നിങ്ങളെല്ലാം കണ്ടല്ലേ, അവൻ്റെ മുഖത്തെന്തൊരു മുറിവുണ്ട്, ഇവിടെ ഒരു മുറിവുണ്ട്, ഇവിടെ 2 പോറലും ഉണ്ട്, അല്ലാതെ അവനൊന്നുമില്ല. ബാക്കി ഇങ്ങോട്ടൊന്നും ആരും കാണിച്ചില്ല, ഞാൻ കണ്ടുമില്ല. ഇങ്ങനെയാണ് വലിയ ഹൈറ്റുള്ള നിലയുടെ മണ്ടെന്നൊക്കെ വിദ്യാർത്ഥികൾ വീഴുന്ന ചാടിയൊക്കെ ആത്മഹത്യ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ളത്. ഈയിടയ്ക്ക് തന്നെ നിങ്ങൾ അറിഞ്ഞല്ലോ, വിദ്യാർത്ഥി എത്രയോ വർഷം കൊണ്ട് കിടക്കുകയായിരുന്നു, ഇപ്പോഴ്
കോടതിയുടെ സഹായത്തോടുകൂടി അവൻ്റെ ജീവൻ എടുത്തില്ലേ? എത്ര വർഷം ആ മാതാപിതാക്കൾ നോക്കി. അങ്ങനെയെങ്കിലും എനിക്ക് എൻ്റെ മോനെ ഉയരോടെ തന്നുവിടായിരുന്നു അവർ. അല്ലെങ്കിൽ ഇവനുമായിട്ട് എന്തെങ്കിലും സ്റ്റാഫ് റൂമിൽ വെച്ച് ടീച്ചർമാർ ഇഷ്യൂസ് ഉണ്ടായിരുന്നെങ്കിൽ മാതാപിതാക്കളെ ഞങ്ങളെ ഒന്ന് അറിയിച്ചൂടെ? സാമ്പത്തികമായി ഞങ്ങൾ കുറവേ ഉള്ളൂ. ഞങ്ങൾ വാക്കുകൾ കൊണ്ട് ഞങ്ങൾ സംസാരിക്കാനുള്ള കഴിവുകളുണ്ട്. എൻ്റെ രണ്ട് മോൾക്ക് നല്ല വിദ്യാഭ്യാസങ്ങൾ, എൻജിനീയറിങ്ങും ഡിഗ്രിയും എല്ലാം കഴിഞ്ഞ് എല്ലാം നല്ല രീതിയിൽ ക്വാളിഫയർ ചെയ്തതാണ് ആ കുട്ടികളെ. അവരെ വിളിച്ച് പറയാമല്ലോ, എൻ്റെ ഭാര്യയ്ക്ക് മാത്രമല്ലേ വിദ്യാഭ്യാസം കുറവുള്ളൂ, ഞങ്ങൾ എന്തുകൊണ്ട് അറിയിച്ചില്ല? അപ്പോഴിത് കൊലപാതകമാണ്, അറിഞ്ഞ് കൂട്ടിക്കൊണ്ടുള്ള കൊലപാതകം. ഇവന് സർക്കാർ മെറിറ്റിലാണ് ഇത് കിട്ടിയത്. അപ്പോൾ ഇതിൽ നിന്ന് ഇവനെ എടുത്ത് കളഞ്ഞിട്ട് അടുത്ത വർഷം ഒരു 50 ലക്ഷം രൂപയ്ക്ക് ഒരുത്തനെ കയറ്റിയ അവർക്ക് ഈ മാനേജ്മെൻറ്റ് ട്രസ്റ്റിൽ 50 ലക്ഷം രൂപ ലാഭമില്ലേ? അല്ല 75 ലക്ഷം രൂപ. ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇവർ ചെയ്തത്. നിങ്ങളിത് പുറത്ത് കൊണ്ടുവരണം. സിദ്ധാർത്ഥനുണ്ടായതുപോലെ ഇവിടെ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ട്? 5 കിലോമീറ്റർ പോലും ഇല്ല സിദ്ധാർത്ഥൻ്റെ വീട്. പൂക്കോട് ആശുപത്രിയിൽ വെച്ച് അവൻ ബസ് സ്റ്റാൻഡ് വരെ വന്ന ആ സിദ്ധാർത്ഥനെയാണ് തിരിച്ചു വിളിച്ച് റാഗ് ചെയ്ത് അവനെ കൊന്നത്. അതുപോലെ എൻ്റെ മോനെ കൊന്നതാണ്, അല്ലാതെ അവൻ ആത്മഹത്യ ചെയ്തില്ല. ഇത് വാടക വീടാണ്. അവൻ്റെ സ്വപ്നങ്ങളുണ്ടായിരുന്നു. അവൻ പറഞ്ഞ അച്ഛനെ അമ്മയെ കഷ്ടപ്പെടേണ്ട, അച്ഛൻ പെയിൻ്റ് അടിച്ചല്ലേ ഞങ്ങളെ ഇത്രയും നാൾ വളർത്തി വിദ്യാഭ്യാസം ചെയ്തത്, അമ്മ കൂലിപ്പണിയെടുത്തല്ലേ ചെയ്തത്. പക്ഷേ ഞാൻ വളർന്ന് ഈ ഇന്ത്യയിലും കേരളത്തിലും ഇത് ജോലി ചെയ്യാതെ പഠിച്ച് ഞാൻ ജോലി നേടുന്നത് UK അവിടെ ഞാൻ ഒരു 10-15 വർഷം സർവീസ് എടുക്കുമ്പോൾ എനിക്ക് നിങ്ങൾക്കുള്ള എല്ലാ എൻ്റെ കുടുംബത്തെ സംരക്ഷിക്കാനുള്ള എല്ലാം ചെയ്യുമെന്ന് ധാർമ്മികമായ ഉത്തരവാദിത്തങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയ ഒരു വിദ്യാർത്ഥി ഏതെങ്കിലും കെട്ടിടത്തിൻ്റെ മുമ്പേ ഒന്ന് ചാടൂ? ഇല്ല, ചാടാൻ അവന് പറ്റൂല. കാരണം അവന് ഇവിടെ ആഴ്ചയോറും വരുമ്പോൾ ഞാൻ എവിടെയും പൈസ കൊടുത്തിട്ട് എല്ലാം കളക്ട് ചെയ്യണത്. അവൻ സാധനങ്ങളെല്ലാം തള്ളയും കൂടെ വിളിച്ചുകൊണ്ട് പോയി ഓട്ടോയിൽ പോയി വാങ്ങിച്ചുകൊണ്ട് വരണവനാണ് അവൻ. എല്ലാ കുടുംബകാര്യങ്ങളും അറിഞ്ഞ് ചെയ്യണവനാണ് അവൻ. ഒരിക്കലും ഒന്നും ചെയ്യൂല, അറിയാം. എന്നെ എപ്പോഴും തോളി കേട്ടുകൊണ്ടാണ് നടക്കുന്നത്. ഞായറാഴ്ച ദിവസം ഞങ്ങൾ അപ്പുറത്ത് ബേക്കറിയിലൊക്കെ പോകുമ്പോൾ എൻ്റെ തോളിൽ കേട്ട് കൂട്ടുകാരെ പോലെയാണ് നടക്കുന്നത്. അവൻ എന്നെ ചതിക്കാൻ പറ്റൂല, എൻ്റെ കുടുംബത്തെ ചതിക്കാൻ പറ്റൂല. അവൻ അങ്ങനെ വെച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്യൂല. കൊലപാതകം തന്നെയാണ്, അറിഞ്ഞു കൂട്ടിക്കൊണ്ട്. നിങ്ങളത് പുറത്തു കൊണ്ടുവരണം. എനിക്കിത്രയേ പറയാം. നിതിന്റെ പിതാവ് ഉന്നയിച്ച ഗുരുതരമായ ആരോപണങ്ങൾ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിലനിൽക്കുന്ന വിവേചനത്തിന്റെയും പീഡനങ്ങളുടെയും ഭയാനകമായ അവസ്ഥയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഒരു അധ്യാപകൻ, പ്രത്യേകിച്ച് ഒരു വകുപ്പ് മേധാവി, വിദ്യാർത്ഥിയെ ജാതീയമായും ശാരീരികമായും അധിക്ഷേപിച്ചു എന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധികാരക്രമങ്ങളെക്കുറിച്ചുള്ള വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്നു. പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ മരണം സമൂഹത്തിലുണ്ടാക്കിയ ആഘാതം അത്രമേൽ വലുതാണ്. സമാനമായ ഒരു അനുഭവം തന്റെ മകനും നേരിട്ടു എന്ന് ഒരു പിതാവ് പറയുമ്പോൾ ക്യാമ്പസുകളിൽ ഇപ്പോഴും ഇത്തരം ഇൻസ്റ്റിറ്റ്യൂഷണൽ മർദ്ദനങ്ങൾ തുടരുന്നു എന്നത് ഗൗരവകരമാണ്. ജാതീയമായ അധിക്ഷേപങ്ങൾ ഭരണഘടനാ വിരുദ്ധവും ക്രിമിനൽ കുറ്റവുമാണ്. ക്യാമ്പസുകൾ എല്ലാവർക്കും തുല്യനീതി ഉറപ്പാക്കേണ്ട ഇടങ്ങളായിരിക്കണമെന്നിരിക്കെ ഇത്തരം സംഭവങ്ങൾ സമൂഹത്തിന്റെ പുരോഗതിക്ക് തിരിച്ചടിയാണ്. ചുരുക്കത്തിൽ വിദ്യാർത്ഥികളുടെ മാനസികവും ശാരീരികവുമായ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ കലാലയ അധികൃതരും സർക്കാരും പരാജയപ്പെടുന്നു എന്നതിന്റെ മറ്റൊരു തെളിവായി ഈ സംഭവത്തെ കാണേണ്ടിവരും. നീതിപൂർവമായ അന്വേഷണത്തിലൂടെ മാത്രമേ കുടുംബത്തിന് ആശ്വാസവും സമൂഹത്തിന് ഇത്തരം പ്രവണതകളിൽ നിന്ന് മോചനവും ലഭിക്കുകയുള്ളൂ. ഇതോടെ വാരാന്ത്യ കാഴ്ച പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി.